100 ക്വസ്റ്റ്യൻസ് ഉള്ള SSC CHSL എക്സാമിൽ 25 ക്വസ്റ്റ്യൻസ് വരുന്നത് റീസണിങ്ങിൽ നിന്നാണ്. എന്നാൽ ഈ റീസണിങ്ങിൻ്റെ മൊത്തം സിലബസ് എടുത്തു കഴിഞ്ഞാലും 30% ടോപ്പിക്സ് നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ 70% മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയോ? അതിന് നമുക്ക് വേണ്ടത് ഹൈ സ്കോറിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് SSC CHSL എക്സാമിലെ റീസണിങ്ങിലെ അൾട്രാ ഹൈ സ്കോറിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, അവ നിങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് SSC CHSL എക്സാം എന്താണ് എന്നറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ആണ്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാമെന്നുണ്ടെങ്കിൽ ഈ പോർഷൻ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ. സോ SSCയുടെ CHSL എക്സാം എന്ന് പറയുന്നത് SSCയുടെ കീഴിൽ വരുന്ന ക്ലറിക്കൽ പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് നടത്തപ്പെടുന്ന ഒരു എക്സാമിനേഷൻ ആണ്. CHSL എന്ന് പറയുന്നത് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ എന്നാണ്. അപ്പോൾ ഹയർ സെക്കൻഡറി എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം, +2 യോഗ്യതയുള്ള ആർക്കും ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം. അതിൽ സയൻസ് പഠിച്ചവരെന്നോ മാത്സ് പഠിച്ചവരെന്നോ കൊമേഴ്സ് പഠിച്ചവരെന്നോ അങ്ങനെ യാതൊരു വ്യത്യാസമില്ല. നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു +2 സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണ്. ഇതിൽ ലഭിക്കുന്ന ജോലികളെല്ലാം തന്നെ ക്ലറിക്കലാണ്. രാവിലെ പോയി വൈകുന്നേരം വീട്ടിൽ വരാൻ പറ്റുന്ന, വലിയ വർക്ക് പ്രഷറോ വർക്ക് ലോഡോ ഒന്നും തന്നെ ഇല്ലാത്ത ടിപ്പിക്കൽ ക്ലറിക്കൽ ജോലികളാണ് ഇവിടെ വരുന്നത്. 3 പ്രധാനപ്പെട്ട ജോലികളാണ് CHSLയുടെ കീഴിൽ വരുന്നത്. അതിൽ ഒന്ന് JSA അല്ലെങ്കിൽ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണ്. പിന്നെ അതിൻ്റെ കൂടെ വരുന്നത് LDC ലോവർ ഡിവിഷൻ ക്ലർക്കും പിന്നെ DEO അല്ലെങ്കിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററുമാണ്. ഓക്കെ, സോ അപ്പോൾ 18 വയസ്സ് തൊട്ട് 27 വയസ്സിൻ്റെ ഇടയിൽ പ്രായമുള്ള ആർക്കും ഈ എക്സാംസിനൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ +2 എന്ന് പറയുന്നത് അടിസ്ഥാന യോഗ്യതയാണ്. അതിൻ്റെ അർത്ഥം +2കാരെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് അതിന് മുകളിലേക്കുള്ള എലിജിബിലിറ്റി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ SSCയുടെ ഒക്കെ മറ്റ് എക്സാംസ് പോലെ തന്നെ ഇവിടെ 2 ലെവലായിട്ടാണ് സെലക്ഷൻ നടക്കുന്നത്. ആദ്യം ഒരു Tier 1 എക്സാം ഉണ്ടാകും, അത് കഴിഞ്ഞിട്ട് Tier 2 എക്സാം ഉണ്ടാകും. സോ ഈ Tier 1 എക്സാമിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ 100 ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ ഈ 100 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ള സമയം 1 മണിക്കൂറാണ്. ഒരു ക്വസ്റ്റിന് 2 മാർക്ക് വീതമാണ് വെയിറ്റേജ് വരുന്നത്. സോ ഇതിൽ 25 ക്വസ്റ്റ്യൻസ് ആണ് റീസണിങ്ങിൽ നിന്നും വരുന്നത്. സോ ഈ 25 ക്വസ്റ്റ്യൻസിൽ നിന്നും നിങ്ങൾക്ക് 50 മാർക്കാണ് നേടേണ്ടത്. നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട്, 1/2 മാർക്കാണ് നെഗറ്റീവ് മാർക്കിംഗ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ എക്സാമിനെ പറ്റി ഒരു ഓവർവ്യൂ പറഞ്ഞതാണ്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി ജസ്റ്റ് ഒരു ഇൻട്രോ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീസണിങ് ഒത്തിരി വാസ്റ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ഒന്നും അല്ല. കറക്റ്റ് പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള എഴുതി വെച്ച ഒരു സിലബസ് വരുന്ന ടോപ്പിക്കാണ് അല്ലെങ്കിൽ സബ്ജക്റ്റാണ് റീസണിങ് എന്ന് പറയുന്നത്. എങ്കിൽ പോലും റീസണിങ്ങിലെ 70% ക്വസ്റ്റ്യൻസും വരുന്നത് 30% വരുന്ന ചില ടോപ്പിക്കുകളിൽ നിന്നാണ്. അപ്പോൾ ഈ ടോപ്പിക്കുകളിൽ നിങ്ങൾ നല്ല എക്സ്പേർട്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്കും കൂടുതൽ നേടാൻ പറ്റും, നിങ്ങളുടെ എക്സാം എഴുതുന്ന സ്പീഡും നന്നായിട്ട് കൂട്ടാൻ പറ്റും. സോ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യം ഏതൊക്കെയാണ് ഈ ടോപ്പിക്കുകൾ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോവുകയാണ്. സോ ഏതൊക്കെ ടോപ്പിക്കുകളാണ് എന്നറിഞ്ഞാൽ മാത്രമാണ് ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസും അവ എങ്ങനെ സോൾവ് ചെയ്യണമെന്നും അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ലെവലും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ അപ്പോൾ ഇത്തരത്തിലുള്ള ടോപ്പിക്കുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ഈ ടോപ്പിക്കുകളെ നമുക്ക് എങ്ങനെ വേർതിരിക്കാൻ പറ്റും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഹൈ സ്കോറിംഗ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. ടോട്ടൽ 25 ക്വസ്റ്റ്യൻസിൽ വരുന്നതിനകത്ത് ഒരു 15 ക്വസ്റ്റ്യൻസ് മിനിമം 15 ചോദ്യങ്ങളെങ്കിലും ഈ ടോപ്പിക്കുകളിൽ നിന്ന് തന്നെയായിരിക്കും കമ്പൈൻ ചെയ്ത് വരുമ്പോൾ കിട്ടുന്നത്. സോ അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് ഫസ്റ്റ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണം എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലൊന്നാമത്തെ കാര്യം, ഒരു ടോപ്പിക്ക് സ്കോറിംഗ് ആണോ അല്ലയോ എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ എടുക്കുന്ന സമയം നോക്കുക. സോ ജനറലി പൊതുവേ എല്ലാവർക്കും എളുപ്പമുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ സ്പെസിഫിക്കലി നിങ്ങൾക്കൊരു ഫേവറേറ്റ് ടോപ്പിക്കോ അല്ലെങ്കിൽ ഒരു ഫേവറേറ്റ് ഈസി ആയിട്ടുള്ള ടോപ്പിക്കോ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പഠിക്കാം. പക്ഷേ ഇവിടെ പൊതുവെ കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരികയും അതേസമയം ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ 20 സെക്കൻഡ്സിൽ താഴെ മാത്രം എടുക്കുകയും ചെയ്യുന്ന ഒരു ടോപ്പിക്കിനെ നമുക്ക് ഹൈ സ്കോറിംഗ് ടോപ്പിക് എന്ന് പറയാം. അതുപോലെ തന്നെ മേ ബി ചിലപ്പം ചില ക്വസ്റ്റ്യൻസ് ഇച്ചിരി ടഫായിരിക്കും. പക്ഷേ മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ നിങ്ങൾ പരിശോധിച്ചാൽ അതേ പാറ്റേണിൽ തന്നെ വരുന്ന ചോദ്യങ്ങൾ, അതായത് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റുന്ന പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെയും നമുക്ക് ഹൈ സ്കോറിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. ഓക്കെ, ഇനി അതിൻ്റെ കൂടെ തന്നെ വരുന്നത് കാൽക്കുലേഷൻ അധികം വേണ്ടാത്ത എന്ന് വെച്ചാൽ എല്ലാ ക്വസ്റ്റ്യൻസും പെട്ടെന്ന് നോക്കുമ്പോൾ ആൻസർ കിട്ടണമെന്നില്ല.
പക്ഷേ ഓപ്ഷൻ എലിമിനേഷനിലൂടെയൊക്കെ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നു. എന്ന് വെച്ചാൽ കാൽക്കുലേഷനിൽ സമയം വേസ്റ്റ് ആവാത്ത ക്വസ്റ്റ്യൻസും വീണ്ടും ഹൈ സ്കോറിംഗ് ടോപ്പിക്സിൻ്റെ കാറ്റഗറിയിൽ നമുക്ക് കൊണ്ടുവരാം. പിന്നെ വരുന്നത് നമുക്ക് തെറ്റ് വരാൻ സാധ്യത കുറവുള്ള ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പം നോൺ വെർബൽ റീസണിങ്ങിലെയൊക്കെ ചില ക്വസ്റ്റ്യൻസ് കൺഫ്യൂസിംഗ് ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു ഫിഗർ സീരീസിലെ ക്വസ്റ്റ്യൻ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ ചിലപ്പോൾ നമുക്ക് ചെറിയ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് മിസ്സായി പോകും. അപ്പോൾ അത്തരത്തിലുള്ള ടോപ്പിക്കുകളിൽ നമുക്ക് അക്യുറസി കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇച്ചിരിയും കൂടി ടഫറാണ്. എന്നാൽ മറ്റ് ചില ടോപ്പിക്ക്, ഫോർ എക്സാമ്പിൾ ഇപ്പം നോൺ വെർബൽ റീസണിങ്ങിൽ തന്നെ ഒരു ഫിഗർ കംപ്ലീഷൻ എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ആർക്കും തെറ്റിപ്പോവില്ല, എന്തായാലും ആൻസർ കിട്ടും. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം ഈ ക്യാരക്ടേഴ്സ് വരുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത്തരത്തിലുള്ള ടോപ്പിക്കുകളെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ടോപ്പിക്കുകൾ ഒക്കെയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അനാലജി ഉണ്ട്, ക്ലാസിഫിക്കേഷൻ ഉണ്ട്, കോഡിംഗ് ഡീകോഡിംഗ്, നമ്പർ സീരീസ് ഉണ്ട്. സോ അപ്പോൾ ഇതാണ് ഏറ്റവും മെയിനായിട്ട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഒത്തിരി വരുന്ന ചോദ്യങ്ങൾ ഇതാണ്. ഇപ്പോൾ അനാലജിയിൽ നിന്ന് തന്നെ മിനിമം 2 ക്വസ്റ്റ്യൻ, മിനിമം 2 അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻ ഇല്ലാതെ ഇന്നേ വരെ ഒരു CHSLൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും പുറത്തിറങ്ങിയിട്ടില്ല. അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, കോഡിംഗ് ഡീകോഡിംഗ് ഉണ്ടാകും, നമ്പർ സീരീസ് ഉണ്ടാകും. അപ്പോൾ ഇത്തരത്തിലുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് അനാലജിയാണ്. അപ്പോൾ അനാലജി എന്ന് പറയുന്നത് ബേസിക്കലി 2 വാക്കുകളോ 2 നമ്പേഴ്സോ 2 ലെറ്റേഴ്സോ ഒക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കുന്നതാണ്. സോ ഈ റിലേഷൻഷിപ്പ് കണ്ടുപിടിച്ചിട്ട് അതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ളത് ഓപ്ഷൻസിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഇതിനെയാണ് നമ്മൾ അനാലജി എന്ന് പറയുന്നത്. പക്ഷേ അനാലജിയിൽ തന്നെ ഒരുപാട് സബ് ടൈപ്സ് വരുന്നുണ്ട്. നമുക്ക് വേർഡ് ബേസ്ഡ് അനാലജി ക്വസ്റ്റ്യൻസ് വരാം, നമ്പർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാം, പിന്നെ ആൽഫബറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാം, അല്ലെങ്കിൽ ആൽഫ ന്യൂമറിക് ബേസ്ഡ് ആയിട്ടും ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഈ 4 ടൈപ്പ് ഇതിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വെയിറ്റേജും കൂടും. ഞാൻ പറയുന്ന വിശ്വാസം ഇല്ലെങ്കിൽ പണ്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് CHSLൻ്റെ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് ചോദ്യങ്ങൾ ഈ ടോപ്പിക്കിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. അതിൽ ചോദ്യങ്ങളുടെ നിലവാരം പൊതുവെ ഈസിയുമാണ്. അനാലജിയിൽ നിന്നൊന്നും CHSL എക്സാമിന്, CGLൻ്റെ കാര്യമല്ല പറയണത്, CHSL പോലെയുള്ള ഒരു +2 ലെവൽ എക്സാമിൽ ടഫ് ക്വസ്റ്റ്യൻസ് വരാറേയില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒന്നാമത്തെ ടോപ്പിക്ക്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓഡ് വൺ ഔട്ട് ആണ്. സോ നേരത്തെ പറഞ്ഞ അനാലജിയുടെ ഒരു ആപ്ലിക്കേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഓഡ് വൺ ഔട്ടിന് പറയാം. എന്ന് വെച്ചാൽ ഇപ്പോൾ അനാലജിയിൽ 2 കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കാനാണെങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു 4 ഓപ്ഷൻസ് തരും. ആ 4 ഓപ്ഷൻസിലും ഒന്നൊഴികെ ബാക്കി 3ഉം റിലേറ്റഡ് ആയിരിക്കും. ആ ബന്ധം എന്താണെന്ന് കണ്ടുപിടിക്കുക. ഇതിനെയാണ് നമ്മളിവിടെ ഓഡ് വൺ ഔട്ട് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും നമ്പേഴ്സ് വെച്ച് ക്വസ്റ്റ്യൻസ് വരാം, ഫിഗേഴ്സ് വെച്ചിട്ട് വരാം, പക്ഷേ റെയർ ആയിട്ടാണ് വരാറുള്ളൂ. ആൽഫബറ്റ്സ് വെച്ചിട്ട് വരാം, യൂസ്ഫുൾ ആയിട്ടുള്ള, അതായത് മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡ്സ് വെച്ചിട്ട് വരാം. അങ്ങനെ ഇവിടെയും സബ് ടൈപ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ വരും, ക്വസ്റ്റ്യൻസ് ഈസിയുമായിരിക്കും. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രണ്ടാമത്തെ ടോപ്പിക്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്. അപ്പോൾ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എന്ന് കേൾക്കുമ്പോൾ ചിലർക്കൊരു ഡൗട്ട് ഉണ്ടാക്കും, ഇത് അത്ര ഈസി ടോപ്പിക് ആണോ എന്നല്ലേ. ഈ കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങിലും നമുക്കൊരു 4 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ഇപ്പോൾ ഒരു വാക്കിനെ മറ്റൊരു വാക്കായിട്ട് കോഡ് ചെയ്യുന്ന ആൽഫബറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാം. ഇനി അല്ലെങ്കിൽ ആൽഫബറ്റ്സിനെ നമ്പേഴ്സ് ആക്കി മാറ്റുന്ന ആൽഫ ന്യൂമറിക് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാം. ഇനി ചില കേസിൽ നമുക്ക് സിമ്പിളുകൾ തന്നിട്ട് ഒരു വാക്കിനെ ഒരു സിമ്പിളാക്കി മാറ്റുന്ന ക്വസ്റ്റ്യൻസ് വരാം. അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു ഭാഷ, അതായത് ഹി ഇസ് എ ബോയ് എന്നതിന് നമുക്ക് ചിലപ്പം 1 2 3 എന്ന് അങ്ങനെ ലെറ്റേഴ്സിനെ നമ്പേഴ്സ് ആക്കുന്ന, സെൻറ്റൻസുകളെ നമ്പേഴ്സ് ആക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. അപ്പോൾ ഇതിൽ ഏത് ടൈപ്പ് വരുന്നു എന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഈസി ആണോ അല്ലയോ എന്ന് പറയാൻ പറ്റുക. ഫോർ എക്സാമ്പിൾ, ആൽഫബറ്റ് ബേസ്ഡ് ചോദ്യങ്ങൾ വന്നാൽ അവിടെ ലെറ്ററിൻ്റെ ഷിഫ്റ്റിംഗ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പെട്ടെന്ന് ആൻസർ കിട്ടും. ഇനി സിമ്പിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിലും ആൽഫബറ്റ്സും നമ്പേഴ്സ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് തെറ്റിപ്പോവാൻ ഒരു സാധ്യതയുള്ളത് ഒരു ഏരിയ എന്ന് പറയുന്നത് സെൻറ്റൻസസ് വരുന്ന മാത്രം ഉള്ളൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അത് മറ്റതിൻ്റെ അത്ര ഈസി അല്ല. ബാക്കി 4ൽ ഏത് 3 ടൈപ്പ് വന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസേഴ്സ് കണ്ടെത്താനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈസി സ്കോറിംഗ് ടോപ്പിക്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോഡറേറ്റ് ആയിട്ടുള്ള സ്കോറിംഗ് ടോപ്പിക്സ് ആണ്. മോഡറേറ്റ് എന്ന് പറയാൻ കാരണം ഇവിടെ നമുക്ക്
എപ്പോഴും ഈസി ക്വസ്റ്റ്യൻസ് വരണമെന്നില്ല. ഇനി ഈസി ക്വസ്റ്റ്യൻസ് വന്നാലും ചില സമയത്ത് നമുക്ക് ഡയറക്റ്റ്ലി നോക്കുമ്പോൾ തന്നെ ആൻസർ കണ്ടുപിടിക്കാം. എന്നാൽ ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ മോഡറേറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. പക്ഷേ അപ്പോൾ ഇവിടെയും നിങ്ങൾക്ക് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വന്നിരിക്കും. നേരത്തെ ഞാൻ പറഞ്ഞ ടോപ്പിക്കുകളിൽ നിന്ന് മിനിമം 2 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഈ ടോപ്പിക്കുകളിൽ നിന്ന് മിനിമം 1 ക്വസ്റ്റ്യൻ ഉറപ്പാണ് വന്നിരിക്കും. ചിലപ്പോൾ 2 ക്വസ്റ്റ്യൻ വരാം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ബ്ലഡ് റിലേഷൻ, ഡിറക്ഷൻ സെൻസും പിന്നെ ഓർഡർ ആൻഡ് റാങ്കിങ്ങും. സോ ബ്ലഡ് റിലേഷൻഷിപ്പിലും തന്നെ സബ് ടൈപ്സ് വരുന്നുണ്ട്. പക്ഷേ കോഡിംഗ് ഇല്ലാത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. അതിന് ഷോർട്ട് കട്ട്സ് ഉണ്ട്. സെയിം വിത്ത് ഡിറക്ഷൻ സെൻസ്. ഇവിടെയും നമുക്ക് ഡയഗ്രാം ഇല്ലാതെ തന്നെ ജസ്റ്റ് വാല്യൂസ് ആഡ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനുള്ള ട്രിക്സും അവൈലബിൾ ആണ്. ആൻഡ് ഓർഡർ ആൻഡ് റാങ്കിങ്ങിലും അതെ, ഒറ്റ ഒരു ഫോർമുല യൂസ് ചെയ്യാനുള്ളൂ. ആ ഫോർമുല യൂസ് ചെയ്തിട്ട് ആൻസർ കിട്ടും. ഇനി അതല്ലാതെ ചില ഷോർട്ട് കട്ട്സും ഉണ്ട്. ഓക്കെ, ഷോർട്ട് കട്ട്സ് ഉണ്ട് എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ ആക്സസ് ചെയ്യണം, ഷോർട്ട് കട്ട്സ് എവിടെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയുടെ അവസാനം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബ്ലഡ് റിലേഷൻ പോലെയുള്ള ടോപ്പിക്കുകളൊക്കെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിട്ടുള്ള ഷോർട്ട് കട്ടുകളുണ്ട്. അതായത് ഇങ്ങനെ വന്നാൽ അതിങ്ങനെയാണ് വരുന്നതെന്നുള്ള രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാം. പക്ഷേ പൊതുവെ ജനറലി എല്ലാ ക്വസ്റ്റ്യൻസിലും നമുക്ക് ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സിമ്പിൾസ് ഉപയോഗിക്കുക എന്ന് പറയുന്നത്. ബ്ലഡ് റിലേഷൻഷിപ്പ് ഒക്കെ എപ്പോഴും ഒരു 3 ലൈനിൽ കൂടുതലുള്ള ചോദ്യമാണെങ്കിൽ അവിടെ നിങ്ങൾ ഡയഗ്രാം വരച്ചിട്ട് തന്നെ സോൾവ് ചെയ്യണം. അല്ലാതെ നിങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോകും. സോ 3 ലൈനിൽ 3 സെൻറ്റൻസിൽ കൂടുതൽ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ABCD പോലെയുള്ള പേരുകളാണ് യൂസ് ചെയ്തിരിക്കുന്നതുമെങ്കിൽ തീർച്ചയായിട്ടും ഡയഗ്രാം വരച്ചിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഡിറക്ഷൻ സെൻസ്. അവിടെയും ഡയഗ്രാം നിങ്ങൾ വരയ്ക്കുക. പക്ഷെ അവിടെയും ഡയഗ്രാമിൻ്റെ ഇല്ലാതെ തന്നെ സോൾവ് ചെയ്യാനുള്ള ചില ഷോർട്ട് കട്ടുകളും അവൈലബിൾ ആണ്. അതിന് നമുക്ക് ചില ക്യാൻസലിങ്ങും ചില അഡീഷനും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മുടെ നോൺ വെർബൽ റീസണിങ്ങിൽ നിന്നും വരുന്ന ചോദ്യങ്ങളാണ്. സോ നോൺ വെർബൽ റീസണിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്, കുറച്ച് നമുക്കൊന്ന് ടൈം എടുത്ത് നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മിറർ ഇമേജ്, വാട്ടർ ഇമേജ്, ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ഈസി ആയിരിക്കും. ഫിഗർ കംപ്ലീഷൻ, പിന്നെ ഫിഗർ ക്ലാസിഫിക്കേഷൻ പോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആയിരിക്കും. അതേസമയം ഫിഗർ അനാലജിയോ അല്ലെങ്കിൽ ഫിഗർ അനാലജി ഒരു മോഡറേറ്റ് ലെവലാണ്. ഫിഗർ സീരീസിലേക്കൊക്കെ വരുമ്പോഴേക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് കുറച്ചൊന്ന് ടഫ് ആവാനും ചാൻസ് ഉണ്ട്. പക്ഷേ ഇതിൽ നിന്നും വരുന്ന ഈസി ടോപ്പിക്കുകളിലെ ചോദ്യങ്ങളാണ് CHSL എക്സാമിൽ കൂടുതലും കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെയും ഒരു ഹൈ സ്കോറിംഗ് ടോപ്പിക്കായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് വെൻ ഡയഗ്രംസ് അല്ലെങ്കിൽ സില്ലോജിസംസ് എന്ന് പറയുന്നത്. സോ സില്ലോജിസംസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ചില സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ടാകും. ഓൾ ARB, ഓൾ BRC, ഓൾ CRD. അപ്പോൾ അതിൻ്റെ കൺക്ലൂഷൻ ഓൾ BRC. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് കൺക്ലൂഷൻസിലേക്ക് എത്തുന്നതിനെയാണ് നമ്മൾ സിലോജിസംസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഓർക്കണം. ഇവിടെ വെൻ ഡയഗ്രാം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ പഠിക്കണം. വെൻ ഡയഗ്രാംസ് യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ആൻസേഴ്സ് കിട്ടും. പിന്നെ ഇവിടുത്തെ ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോമൺ സെൻസിനെ യൂസ് ചെയ്യാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ ഓൾ ബ്ലാക്ക് ഇസ് വൈറ്റ് എന്നായിരിക്കും ചിലപ്പോൾ പറയാം, അല്ലെങ്കിൽ ഓൾ ഐസ്ക്രീം ഇസ് സ്ട്രോബെറി എന്നായിരിക്കും ചിലപ്പോൾ പറയാം. അപ്പോൾ അതങ്ങനെ അല്ലാന്ന് നിങ്ങൾക്കറിയാം, പക്ഷേ നിങ്ങൾക്ക് അതിനെ അവിടെ പോയിട്ട് ഒബ്ജക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ബിക്കോസ് ക്വസ്റ്റനിൽ എന്ത് പറഞ്ഞിരിക്കുന്നോ അതിനെ ബേസ്ഡ് ആയിട്ടാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഞാൻ നേരത്തെ വെച്ചില്ല, കാരണം ചിലപ്പം എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇത് നമ്മുടെ മാത്സ് യൂസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. അതായത് നമുക്ക് ബോർഡ് മാത്സ് വെച്ചിട്ട് വേണം സോൾവ് ചെയ്യാൻ, അല്ലേ? കാൽക്കുലേഷനൊക്കെ സോൾവ് ചെയ്യേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. എന്നാൽ ഇവിടെ നമുക്ക് ഒരു ഈസി ആയിട്ടുള്ള മെത്തേഡിലൂടെ, അതായത് ഓപ്ഷൻ എലിമിനേഷൻ എന്ന മെത്തേഡിലൂടെ നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഡിപ്പെൻഡിങ് ഓൺ ദ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ചില ചോദ്യങ്ങളിൽ ഓപ്ഷൻ എലിമിനേഷൻ വർക്ക് ചെയ്താലും നമുക്ക് ആൻസർ കിട്ടില്ല, കാരണം എല്ലാ ഓപ്ഷൻസും ഈക്വലി പോസിബിൾ ആയിരിക്കും. എന്നാൽ ചില കേസസിൽ നമുക്ക് ഒരു 80% ഓഫ് ദ ടൈമും ഓപ്ഷൻ എലിമിനേഷനിലൂടെ തന്നെ നമുക്ക് ആൻസേഴ്സ് കിട്ടും. എന്നാൽ അങ്ങനെ കിട്ടാത്ത ക്വസ്റ്റ്യൻസും ഉണ്ട്. അത് എല്ലാത്തിലും ഇത് ആപ്ലിക്കബിൾ അല്ല. അതുകൊണ്ടാണ് ഇത് നമ്മൾ ലാസ്റ്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി പറയാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇത്രയും ടോപ്പിക്കുകൾ ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ടോപ്പിക്കുകൾ നിങ്ങൾ പഠിച്ചു, ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ 70% മാർക്ക് കിട്ടും ഉറപ്പാണ്. പക്ഷേ ഇത് മാത്രം പഠിച്ച് നിങ്ങൾ എക്സാമിന് പോകുന്നത് സേഫാണോ?
നിങ്ങൾ നോക്കുക 70% ജസ്റ്റ് മാർക്ക് കിട്ടിയിട്ട് നിങ്ങൾക്ക് ഉറപ്പില്ല ബാക്കിയുള്ള എല്ലാ മാർക്സും കൂടെ കിട്ടിക്കഴിഞ്ഞാലാണ്. ഇപ്പോൾ റീസണിങ്ങിൻ്റെ കാര്യം മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇനിയുണ്ട് നമുക്ക് ഇംഗ്ലീഷ് ഉണ്ട്, പിന്നെ മാത്സ് വരുന്നുണ്ട്, ജനറൽ അവയർനെസ് വരുന്നുണ്ട്. ഇതെല്ലാം നോക്കിയിട്ടാണ് നിങ്ങൾക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എന്തിനാണ് നമ്മൾ ഇവിടെ റീസണിങ്ങിൻ്റെ ഹൈ സ്കോറിംഗ് ടോപ്പിക്സ് പറഞ്ഞത്? അല്ലെങ്കിൽ നിങ്ങൾ ഏതൊരു സബ്ജക്റ്റിൻ്റെയും ഹൈ സ്കോറിംഗ് ടോപ്പിക്സ് പഠിക്കുന്നത് ആൻസർ കിട്ടാൻ വേണ്ടി മാത്രമാണോ? അല്ല. ഇനി ഇപ്പോൾ ഇതിലെ ചില ടോപ്പിക്കുകളൊന്നും, ഇപ്പോൾ അനാലജി, വേർഡ് ബേസ്ഡ് അനാലജി ഒന്നും നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്തില്ലെങ്കിലും കിട്ടും. പക്ഷേ നമ്മൾ ഹൈ സ്കോറിംഗ് ടോപ്പിക്സ് ഫോക്കസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടോപ്പിക്സ് നിങ്ങൾക്ക് ഒത്തിരി ഫെമിലിയർ ആയി കഴിയുമ്പോൾ, നിങ്ങൾ ഇതിന് എക്സ്പേർട്ട് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്ന സ്പീഡ്, അതിലൂടെ നിങ്ങൾ സേവ് ചെയ്യുന്ന സമയം നിങ്ങൾക്ക് മറ്റ് ടഫ് ക്വസ്റ്റ്യൻസിലേക്ക് മാറ്റി അവിടെയും നല്ല മാർക്ക് നേടാൻ പറ്റും. സോ ഇവിടെ 30% ഓഫ് ദ സിലബസ് ഉപയോഗിച്ച് വരുന്ന 70% ഓഫ് ദ ക്വസ്റ്റ്യൻസ് കിട്ടി, അതുകൊണ്ട് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാതെ ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് ബാക്കി നിങ്ങൾ സേവ് ചെയ്യുന്ന ടൈമിലൂടെ സോൾവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്കോർ കട്ട് ഓഫിൻ്റെ മുകളിലേക്ക് എത്തിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഹൈ സ്കോറിംഗ് ടോപ്പിക്സ് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. പഠിക്കണം, അതിൽ ആൻസർ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. പക്ഷേ എത്ര നേരത്തെ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നോ അത്രയും മറ്റു ക്വസ്റ്റ്യൻസ് കൂടി ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് അവിടെ ഒരു ചാൻസ് കിട്ടുകയാണ്. ക്ലിയർ? അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യം. സോ അപ്പോൾ പല കുട്ടികളും ചെയ്യുന്നൊരു കാര്യം, ഈസി ടോപ്പിക്കാണ്, ഇത് എന്തായാലും കിട്ടും. ശരിയാണ്, എന്തായാലും ആൻസർ കിട്ടും. പക്ഷേ ആ കിട്ടുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് വേണമെങ്കിൽ ആ സമയം വേറെ യൂട്ടിലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, സോ അപ്പോൾ ശ്രദ്ധിക്കുക, സ്കോറിംഗ് ടോപ്പിക്സ് ആണ്. പക്ഷേ ഇതിന് നിങ്ങളൊരു പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ളൊരു ഓർഡറിൽ പോകരുത്. ആദ്യം ഞാൻ അനാലജി ചെയ്യും, പിന്നെ ഞാൻ ഇത് ചെയ്യും, അങ്ങനെയല്ല. ആദ്യം ഈസി ക്വസ്റ്റ്യൻസ് ചെയ്യാം, അതിനുശേഷം മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യുക, അതിനുശേഷം ടഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. സോ ഈ ഒരു ഓർഡറിൽ വേണം നിങ്ങൾക്ക് പോകാൻ. എങ്കിൽ മാത്രമാണ് കറക്റ്റ് ടൈമിൽ സ്ട്രാറ്റജിക്കലി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് എല്ലാ ക്വസ്റ്റ്യനും അറ്റംപ്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമ്മളപ്പം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, എല്ലാത്തിൻ്റെയും ബേസിക്സ് നിങ്ങൾ പഠിക്കുക. പക്ഷേ അതിനുശേഷം ഞാൻ ഇതിനു മുമ്പ് വേറൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിനകത്തും സ്ട്രാറ്റജി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അതിൽ എല്ലാ ക്വസ്റ്റ്യൻസും മിനിമം 20 seconds എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഹൈ സ്കോറിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ വരുമ്പം മാക്സിമം സ്പീഡ് ഡ്രിൽസ് എടുത്ത് 10 സെക്കൻഡിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ആൻസർ കൊണ്ട് എത്തിച്ചേരുന്ന രീതിയിലേക്ക് നിങ്ങൾ ട്രെയിൻഡ് ആവണം. കാരണം എന്താണ്? ക്വസ്റ്റ്യൻസ് ഈസിയാണ്, ആൻസർ എന്തായാലും കിട്ടും. പക്ഷേ ഈ സമയത്തിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇതിലൂടെ നിങ്ങൾക്ക് ടൈം സേവ് ചെയ്ത് മറ്റുള്ള ടഫ് ക്വസ്റ്റ്യൻസിൽ ഫോക്കസ് ചെയ്യാനും റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വരാൻ, കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനും പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്ന കാര്യം. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ അതിന് ഏറ്റവും നല്ലത് മോക്ക് ടെസ്റ്റുകളാണ്. സോ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ ഇപ്പോൾ റീസണിങ് എടുക്കുകയാണെങ്കിൽ സെക്ഷണൽ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് മേ ബി അതൊക്കെ എടുത്ത് കുറച്ച് കഴിയുമ്പോൾ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഞാൻ പറഞ്ഞ ടോപ്പിക്സ് ഒക്കെ ഈസിയാണ്. പക്ഷേ ടോപ്പിക്സ് ഈസി ആവുന്നതിലല്ല, അതിൽ നിങ്ങളുടെ സ്പീഡ് എത്രമാത്രം കൂടുന്നു എന്നതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുള്ളത്. ഓക്കെ, സോ അപ്പോൾ ഈസി ടോപ്പിക്സിൽ മാക്സിമം സ്പീഡ് നിങ്ങൾ കൊണ്ടുവരണം. ഡിഫിക്കൽട്ട് ട്രാപ്സ് ഒക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. അത് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനുള്ള ഒരു നല്ല സേഫ് സ്കോറിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. സോ ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് SSCയുടെ CHSL എക്സാമിൻ്റെ കാര്യമാണ്. അതുപോലെ തന്നെ ഇതേ സിലബസിൽ വരുന്ന മറ്റൊരുപാട് എക്സാംസ് ഉണ്ട്. SSCയുടെ തന്നെ CGL എക്സാം ഉണ്ട്, MTS ഉണ്ട്, പിന്നെ സ്റ്റെനോ എക്സാം വരുന്നുണ്ട്. അതേപോലെ തന്നെ ബാങ്കിങ്ങിലും എക്സാംസ് വരുന്നുണ്ട്, റെയിൽവേയിലും എക്സാംസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ SSCയുടെയും ബാങ്കിങ്ങിൻ്റെയും RRBയുടെയും ഒക്കെ ഒരുമിച്ച് വരുന്ന ഒരു ഫൗണ്ടേഷൻ കോഴ്സ് എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. ബേസിക് കോൺസെപ്റ്റുകൾ മുതൽ ലൈവ് ക്ലാസ്സസും ഡൗട്ട് ക്ലിയറിംഗ് ലൈവ് സെഷൻസും പിന്നെ മെൻറ്റർഷിപ്പ് സപ്പോർട്ടും സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ ലഭിക്കുന്ന ഒരു ഫൗണ്ടേഷൻ ബാച്ചാണിത്. ഇനി അതിൻ്റെ കൂടെ തന്നെ ടാർഗറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസും ബാച്ചസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി.
ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ വന്നാൽ തീർച്ചയായിട്ടും കോമൻറ്റ്സിൽ എഴുതി അറിയിക്കാം. വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി യൂസ്ഫുൾ ആവുമെന്ന് തോന്നി കഴിഞ്ഞാൽ ഷെയർ ചെയ്തോളൂ. ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്, ഇല്ലെങ്കിൽ ഇത്തരത്തിൽ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിട്ട് കിട്ടില്ല, അത് എവിടെയെങ്കിലും കിടക്കും, നിങ്ങളത് മിസ്സായി പോയിട്ടും എൻ്റെ കാര്യമില്ല. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ് വേണ്ടത്, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കോമൻസിലൂടെ എഴുതിയും അറിയിക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.